എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം CPIയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ സമാപിച്ചു. ചർച്ചകളിൽ ഒരുപാട് സർക്കാരിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ പ്രതിനിധികൾ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ പിണറായിക്കും CPMനൊന്നും യാതൊരു പ്രശ്നമില്ല. ഇവർ ഈ വിമർശനങ്ങൾ ഉന്നയിച്ചതെന്ന് പറയുന്നുണ്ട്. CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് എന്തെല്ലാം വിമർശനങ്ങൾ വന്നു, എന്നിട്ട് വല്ലതും നടന്നു, വല്ലതും ഉണ്ടായ. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ രൂക്ഷമായ പോലീസ് മർദ്ദനത്തിൻ്റെ കഥകൾ വെളിയിൽ വന്നിരിക്കുന്നത്. ഈ പോലീസ് വകുപ്പിനെതിരെ CPIയിൽ കുറച്ച് വിമർശനങ്ങളുണ്ടായി. പക്ഷേ എന്നാലും ബിനോയ് വിശ്വം അവിടെ ഇരിക്കുന്ന സമയത്ത് പിണറായി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അതായത് എല്ലാവരുടെയും വായടപ്പിക്കാനും ബിനോയ് വിശ്വത്തിന് അറിയാം. ബിനോയ് വിശ്വം തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് അടുത്ത ടൈമിലേക്കും. അതായത് തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള മട്ടിൽ ഈ പിണറായിക്ക് ഓശാന പാടി ഈ ബിനോയ് വിശ്വം തന്നെ തുടരും. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നാണ് തൃശ്ശൂരിലൊരു DYFI നേതാവ് പുറത്തുവിട്ട ഞെട്ടിക്കുന്ന ഒരു ഫോൺ വിവാദം. നേതാക്കൾക്കിടയിലെ അഴിമതിയെക്കുറിച്ചും ധനസമ്പാദനത്തിനെക്കുറിച്ചുമൊക്കെ പച്ചയ്ക്ക് അദ്ദേഹം ഈ ഫോണിൽ അദ്ദേഹം പറഞ്ഞ ഫോൺ ലീക്കായതാണ് പ്രശ്നം. ഫോണിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. 5 വർഷം മുമ്പ് പുള്ളി ഫോണിൽ സംസാരിച്ച ഫോണാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇപ്പോഴുള്ള നേതാക്കന്മാർ വന്ന് പറഞ്ഞിരിക്കുന്നത് അത് 5 വർഷം മുമ്പ് പറഞ്ഞതാണ്, അതിനകത്ത് എന്തോ കാര്യമെന്ന്. 5 വർഷം മുമ്പ് ഈ തുകയാണ് ഈ നേതാക്കന്മാർ വാങ്ങുന്നതെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ എത്ര ഇരട്ടി വാങ്ങുന്നുണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കണം. അതല്ല 5 വർഷം മുമ്പ് മാത്രമേ CPM നേതാക്കന്മാർ അഴിമതിയിലും ഇതിനകത്തൊക്കെ മുങ്ങിക്കുളിച്ചിട്ടുള്ളൂന്നും ഇപ്പോൾ അവരെല്ലാവരും പരിശുദ്ധന്മാരുമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ 5 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഫോണിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കര തെളിവായിരുന്നു. ഈ CPMൻ്റെ അഴിമതിയെക്കുറിച്ച് അവരുടെ തന്നെ ഒരു നേതാവ് വെളിയിൽ പറഞ്ഞപ്പോൾ അത് വലിയ തെളിവൊന്നുമല്ല. അത് പോട്ടെ, അത് സാരമില്ല, അതിനകത്ത് വലിയ കാര്യമില്ല. 5 വർഷം മുമ്പ് പറഞ്ഞ ഒരു ഫോൺ സംഭാഷണമല്ല, അതിലൊന്നും വലിയ കാര്യമില്ല. നമുക്കറിയാം ഈ പോലീസ് അതിക്രമത്തെക്കുറിച്ച് ഈ ഒരു നേതാവും പറഞ്ഞില്ലെങ്കിലും ഈ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഈ ചില പത്രങ്ങൾ, എനിക്ക് തോന്നുന്നു മനോരമ പോലുള്ള പത്രങ്ങൾ പോലീസ് പീഡനത്തിൻ്റെ സപ്ലിമെൻറ്റുകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അതായത് ഒരു പേജ് പോലീസ് മർദ്ദനത്തിനായിട്ട് മാറ്റി വെച്ചാൽ പോലും തികയാത്ത അവസ്ഥയാണ്. അതുപോലെ കേസുകളാണ് മുന്നോട്ട് വരുന്നത്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനം ഏറ്റുവാങ്ങിയ ആളാണ് പിണറായി വിജയൻ എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇതുപോലെ ലോക്കപ്പ് പീഡനങ്ങൾ നടന്ന ഒരു സമയം കേരളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥയെ പോലും ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം CPM പിണറായിയുടെ ഈ തേരോട്ടം, അതായത് പിണറായിയുടെ ഈ അശ്വമേധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 40 കാറുകൾ ഒക്കെ അകമ്പടി സേവിച്ച് അശ്വമേധം നടത്തുകയാണ്. ഈ അശ്വമേധത്തിൽ ഈ CPMൻ്റെ ഈ വാഗ്ധോരണികളെന്ന് പറഞ്ഞാൽ വെറുതെ ഈ കൊടിച്ചിപ്പട്ടികൾ കുരയ്ക്കുന്ന കണക്കാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം CPIയുടെ ഈ വിമർശനങ്ങളെല്ലാം കൊടിച്ചിപ്പട്ടികൾ കുരയ്ക്കുന്ന കണക്കാണ്. അതിങ്ങനെ വഴി കിടന്ന് കുരച്ചുകൊണ്ടിരിക്കും. ഇദ്ദേഹത്തിൻ്റെ കുതിര രഥം അങ്ങ് മുന്നോട്ട് പോകും. അതാണ് അവസ്ഥ. അപ്പം നമ്മൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഈ കാർട്ടൂണിലോട്ട് കിടക്കാം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. അശ്വമേധവുമായിട്ട് നമ്മുടെ ബഹുമാന്യനായ പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ്. ബഹുമാന്യനായ ഗോവിന്ദൻ മാഷ് നയിക്കുന്നുണ്ട്. 2 ബഹുമാന്യ കുതിരകൾ അതിനെ നയിക്കുന്നുണ്ട്. പക്ഷേ തീരെ ബഹുമാന്യരല്ലാത്ത CPIയിലെ കുറച്ച് ആൾക്കാരിങ്ങനെ കില്ലപ്പട്ടികളായിട്ട് ഇങ്ങനെ തെരുവിൽ നിന്ന് കുരയ്ക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഇഞ്ചിങ്ങിലോട്ട് കടക്കാം. എല്ലാവർക്കും സ്വാഗതം.
അപ്പോൾ കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. പിണറായിയുടെ അശ്വമേധം നടക്കുന്നതിനിടയിൽ CPIക്കാരാകുന്ന ചാവാലിപ്പട്ടികൾ ഇങ്ങനെ ഓരിയിടുകയാണ്. അതൊന്നും വകവയ്ക്കാതെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇരട്ടച്ചങ്കൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ ആഴ്ചത്തെ കാർട്ടൂണിൻ്റെ മനുഷ്യന് വിട പറയുന്നു കാർട്ടൂണിസ്റ്റ് ഹക്കു.